ഉമാ തോമസ് എം.എൽ.എ സ്റ്റേജിൽ നിന്ന് വീണു പരിക്കേറ്റ സംഭവത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെയും ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കുകയാണ്. മൃദംഗനാദം നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകനായ മൃദംഗാവിഷൻ എം.ഡി.എം നികോഷ് കുമാർ, മൃദംഗാവിഷൻ സിഇഒ ഷമീർ, പരിപാടിക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇവന്റ്സ് ഇന്ത്യ പ്രൊപ്പറേറ്റർ വാഴക്കാല സ്വദേശി കൃഷ്ണകുമാർ, താൽക്കാലിക വേദി തയ്യാറാക്കിയ മുളന്തുരുത്തി സ്വദേശി ബെന്നി എന്നിവരുടെ ഇടക്കാല ജാമ്യമാണ് ഇന്ന് അവസാനിക്കുന്നത്. നവമി തുടരുന്നുണ്ട്. നവമി, ഈ കേസിൽ ഇപ്പോൾ ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അവർ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഹർജി? അശ്വതി, ഇന്നലെ ഹൈക്കോടതി ഈ വിഷയം എടുത്തപ്പോൾ വലിയ രൂക്ഷമായിട്ടുള്ളൊരു വിമർശനമായിരുന്നു ഈ മൃദംഗാവിഷനെതിരെ ഉന്നയിച്ചത്. ഒരാൾ വീണ് പരിക്കേറ്റിട്ടും എന്തുകൊണ്ടാണ് ആ പരിപാടി നിർത്തിവെക്കാതെ അത് തുടങ്ങിയത്, എന്തിനാണ് കുട്ടികളിൽ നിന്നും ഇത്രയേറെ വലിയ തുക ഈടാക്കിയത് എന്ന രൂക്ഷ വിമർശനം ഹൈക്കോടതി ഇന്നലെ ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുന്നത്. എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും ഇവരുടെ ഹർജി പരിഗണിക്കുക. ഇതിനു മുൻപ് തന്നെ ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ഈ ജാമ്യം നൽകുന്ന ഇന്ന് അവസാന ദിവസമാണ്. ഇനിയിപ്പോൾ ഇവരെ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യമായിരിക്കും പോലീസ് കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് കൂടി ഇന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇവരെ നേരത്തെ തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അതിൽ ഈ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ ജനീഷിനെ ചോദ്യം ചെയ്തിട്ടില്ല, അയാളെ അറസ്റ്റും ചെയ്തിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലാണെന്നൊരു വിശദീകരണമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയത്. ഇവർക്ക് കീഴടങ്ങാൻ, ഈ ഓസ്കാർ ഇവന്റ്സിന്റെയും ഒപ്പം മൃദംഗവിഷന്റെയും ഉടമകളോട് കീഴടങ്ങാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മൃദംഗവിഷന്റെ ഉടമ മാത്രമാണ് കീഴടങ്ങിയത്. ജനേഷ് ആരോഗ്യ കാരണങ്ങളാൽ പറഞ്ഞ് കീഴടങ്ങാത്ത സാഹചര്യമാണ്. എന്തായാലും ഇതിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം എന്നതുൾപ്പെടെ കാര്യങ്ങളും അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കാനാണ് സാധ്യത. അതോടൊപ്പം ഈ പ്രതികളെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ, ഇനി ഇവർക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അന്വേഷണം നടക്കില്ല. ചിലപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പറയുന്നത്. എന്നാലും പ്രതികൾ എന്തായിരിക്കും ഇന്ന് കോടതിയിൽ വിശദീകരിക്കുന്നത് എന്നും ഉറ്റുനോക്കുകയാണ്. ഇതുവരെ ഈ 4 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ്, ഈ ജാമ്യം തുടരാൻ തന്നെയാണോ അതോ ഇവരുടെ ജാമ്യം റദ്ദാക്കുമോ എന്നതാണ് ഇന്നേറെ നിർണായകമായി വരുന്ന മറ്റൊരു കാര്യം. അശ്വതി.